കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ നല്ലതായിട്ട് വെന്തു, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി തട്ടയിൽ ചെറിയ ചെറിയ ഇഡ്ഡലികളാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാൻ ഒരു വലിയ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ. അതിനായിട്ട് കൂട്ടുകാരെ ഞാൻ ദോശമാവ് എടുത്തിട്ടുണ്ട്. ഈ ദോശമാവിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ദോശമാവിലേക്ക് നമുക്ക് ഉപ്പിടാം. അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം. കുറച്ച് പച്ചമുളക് ഞാനിട്ടു. കുറച്ച് ഇഞ്ചി ഇടാം. കുറച്ച് കരിവേപ്പില ഇടാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യട്ടെ. ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് നല്ലതായിട്ടിത് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് അടച്ച് വെച്ച് തന്നെ നല്ലതായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ദോശ ഇഡലി തട്ടത്തിലാണ്, ഇഡലി തട്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരൊറ്റ ഒരു ഇഡലിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നിട്ട് കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വെള്ളം വേണ്ട നന്നായി തിളച്ചു. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇനിയും ചെയ്യേണ്ടത് കാണിക്കാം. ഇങ്ങനെ വെള്ളം നന്നായി തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം വേണം ചെയ്യാൻ. തിളച്ചതിന് ശേഷം ഇതുപോലൊരു തുണി, ഇതുപോലെ നമ്മളൊരു വെള്ള തുണി എടുക്കുക. വെള്ള തുണി എടുത്ത് അകത്തോട്ട് ഇച്ചിരി കിഴുത്ത ഇടുക. അതായത് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ കിഴുത്ത ഇട്ട് വെക്കുക. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് കെട്ടി വെക്കാം. എന്താ ഇത് കണ്ടോ. എന്നിട്ടിത് ഞാൻ കെട്ടിയിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് കെട്ടട്ടെ. ഇതേ നമുക്ക് തുണി വെച്ചിട്ട് കണ്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കണം. ഇതുപോലെ ഒന്ന് കെട്ടി കുറച്ച് കുഴിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കണം. ഇത് ആവി വരുന്നത് കണ്ടോ നിങ്ങൾ. ആവി ഇങ്ങനെ വേണ്ട നന്നായിട്ട് ആവി വരുന്നു. ആവി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാവെടുത്ത് ഇവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ ഇവത്തിലേക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി മണ്ട വരെ വരരുത്. ഇത് ഇത്രയാകാം ഏകദേശം കണ്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കണ്ടോ. ഇനി വെന്തതിന് ശേഷം കാണിക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് റെഡിയായോ എന്ന്. കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ നല്ലതായിട്ട് വെന്തു, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് നിറച്ച് ഈ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് മാവ് ഒഴിക്കരുത്. നിറച്ച് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് വെളിയിലേക്ക് തന്നെ ഇറങ്ങി. ഇപ്പം കണ്ട ഒരു ഇഡലിയുടെ ഷേപ്പായി. ഇപ്പം നമുക്കിനി ഇപ്പം കണ്ട ഇത് നല്ലൊരു ഷേപ്പായിട്ടുണ്ട്. ഒരു ഇഡലിയുടെ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇത്. അപ്പം നമ്മൾ നിറച്ച് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങ് തൂകിപ്പോകും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് കാണാം. കണ്ടോ നമ്മുടെ ഇഡലി ഞാനൊരു പ്ലേറ്റിനകത്തിലേക്ക് എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഡലി അങ്ങനെ റെഡിയായി. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. കേക്കൊക്കെ മുറിക്കുന്ന മാതിരി നമുക്കൊന്ന് മുറിക്കാം. ഇത് ഒരെണ്ണമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് കുറേശ്ശെ കഴിക്കാം. കണ്ടോ നല്ലതായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ നമുക്കിതുപോലെ മുറിച്ചാണ് ഇത് കഴിക്കേണ്ടത്. ഇഡലി മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ നമുക്ക് ഇത് ചട്നിയാണ്. ചട്നിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരെണ്ണം ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എളുപ്പം, ടേസ്റ്റി. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. മറ്റേ നമ്മൾ എത്ര നേരം വീട്ടിൽ 5-6 പേരുണ്ടെങ്കിൽ 1-2 ഇഡ്ഡലി കുട്ടകത്തിന് തട്ടി നിറച്ചുണ്ടാക്കണ്ടേ. ഇത് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിലൊരു 5-8 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം. ഇന്നിവിടെ നല്ല അടിപൊളി തേങ്ങാ സംബന്ധിയുണ്ട്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. ഇപ്പം ഞാനുണ്ടാക്കിയതാണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം
കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. കഴിക്കട്ടെ. നല്ല ടേസ്റ്റിയാണ്.